Okay, the lens system of human eye forms an image on a light sensitive screen which is called as what? We know how what is it is called? Retina. The lens system of human eye forms an image on a light sensitive screen. The light sensitive screen നമ്മുടെ കണ്ണിലുള്ള light sensitive screen എന്താ റെറ്റിനയാണ് കേട്ടോ. Then in human eye the part which allows light to enter into the eye. കണ്ണിന്റെ ഏത് ഭാഗത്തിലൂടെയാണ് ലൈറ്റ് ഉള്ളിലോട്ട് കയറുന്നത്? അതെന്താ? കോർണിയാണ്. ലൈറ്റിനെ സെൻസ് ചെയ്യുന്ന ഭാഗം എന്താ? റെറ്റിന. പുറമേ നിന്നുള്ള വെളിച്ചം കണ്ണിന്റെ ഉള്ളിലോട്ട് കയറുന്നത് ഏത് ഭാഗം വഴിക്കാ? കോർണിയ വഴിക്ക്. Then person suffering from cataract. കാട്രാക്റ്റിന്റെ പ്രോബ്ലം എന്താ? A person suffering from cataract has cloudy opaque eye lens. എന്താ അതിന്റെ പോയിന്റ്? കാട്രാക്റ്റ് ഉള്ള ആൾക്ക് എന്താ? ക്ലൗഡി ഒപ്പാക്ക്. ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ കടത്തി വിടാത്ത, ട്രാൻസ്പാരന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഒപ്പാക്ക്. അപ്പൊ പേഴ്സൺ കാറ്ററാക്ട് ഉള്ള ആളുടെ പ്രശ്നം എന്താ? ആൾക്ക് ക്ലൗഡി ഒപ്പാക്ക് ഐലൻസ് ആണ്. കൺസെപ്റ്റ് ഓഫ് അപ്ലൈഡ് കാറ്ററാക്ട് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ക്രിസ്റ്റലൈൻ ലെൻസ് ഓഫ് ഐ ബിക്കംസ് മിൽക്കി ആൻഡ് ക്ലൗഡി ഡ്യൂ ടു ദ ഗ്രോത്ത് ഓഫ് മെംബ്രെയിൻ. ഈ കണ്ണിന്റെ മുകളിൽ ഒരു പാട വരെയാണ്. ആ പാടയാണ് കാറ്ററാക്ട്. അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ സർജറിക്കൽ പ്രോസസ് വഴിക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും. അപ്പൊ അവിടെ എന്താ? ക്രിസ്റ്റലൈൻ ഐലൻസ് എന്താ? മിൽക്കി ആവും എന്ന് മാത്രമല്ല ക്ലൗഡി ആവും. എന്താ കാരണം? അതിന്റെ മുകളിൽ ഒരു മെംബ്രെയിൻ, ഒരു പാട വരുന്നുണ്ട്. അടുത്തത് അസേർഷൻ. വൈറ്റ് ലൈറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ബൈ എ ഗ്ലാസ് പ്രിസം ഇൻ ടു 7 കളേഴ്സ്. റീസൺ: ദ റെഡ് ലൈറ്റ് bends the least while the violet the most when a beam of white light passes through a prism. നമുക്കറിയാം, നമുക്ക് അതിന്റെ റീസൺ അറിയാം. എന്താ? ഓപ്ഷൻ എ എന്നാണ് കറക്റ്റ് ആൻസർ. എന്താ? അസേർഷൻ and reason both are correct, and reason is the correct explanation of assertion. When white light passes through a prism, it splits into 7 constituent colors. This phenomenon is called the dispersion. During dispersion, violet colored light bends the most and red colors bends the least. അതിന്റെ കാരണം എന്താ? വയലറ്റിന് എന്താ പ്രത്യേകത? ലോവസ്റ്റ് വേവ് ലെങ്ത് ആ. വേവ് ലെങ്തും ഡിസ്പേർഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. എന്താ പ്രത്യേകത? വയലറ്റ് എന്താ? ലോസ്റ്റ് വേവ് ലെങ്താ. അപ്പൊ ഡിസ്പേർഷൻ കൂടുതലായിരിക്കും. റെഡിന് എന്താ പ്രത്യേകത? റെഡിന് എന്താ? ഹയസ്റ്റ് വേവ് ലെങ്താ. അപ്പൊ ഡിസ്പേർഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് ബെൻഡിങ് എന്താ? കുറവായിരിക്കും. അപ്പൊ വേവ് ലെങ്ത് കൂടുന്തോറും ബെൻഡിങ് കുറയും. അപ്പൊ ലൈറ്റിന്റെ ബെൻഡിങ്ങും വേവ് ലെങ്തും എങ്ങനെയാ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ. വയലറ്റിന് കുറഞ്ഞ വേവ് ലെങ്ത്, ഹയസ്റ്റ് ബെൻഡിങ്. റെഡിന് കൂടിയ വേവ് ലെങ്ത്, സോ ലോവസ്റ്റ് ബെൻഡിങ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ. അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത്, ദ വൈറ്റ് ലൈറ്റ് എൻറ്ററിങ് എ ഗ്ലാസ് പ്രിസം gets splits into its constituent colors. It is observed that red light deviates the most, violet light deviates the least. ആണോ? അല്ല. Yellow light deviates more than blue light. അതും അല്ല. Green light deviates more than orange light. എന്താ? വിബ്ജിയോറല്ലേ? അപ്പൊ ആരാ കൂടുതൽ ഡീവിയേഷൻ വരണേ? ഗ്രീൻ ലൈറ്റ് ആണ്. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. ഡൗട്ട് എന്താ? ഗ്രീൻ ലൈറ്റ് ഹാസ് ലെസ് വേവ് ലെങ്ത് ദാൻ ഓറഞ്ച് ലൈറ്റ്, ഹെൻസ് ഇറ്റ് ഡീവിയേറ്റ്സ് മോർ ദാൻ ഓറഞ്ച് ലൈറ്റ്. ഏറ്റവും മിനിമം ഡീവിയേഷൻ ആർക്കാ? റെഡിനും. മാക്സിമം ഡീവിയേഷൻ ആർക്കാ? വയലറ്റിനുമാണ്. എന്താ കാരണം? റെഡിന് മാക്സിമം വേവ് ലെങ്താ, അപ്പൊ മിനിമം ഡീവിയേഷൻ. വയലറ്റിന് മിനിമം വേവ് ലെങ്താ, അപ്പൊ മാക്സിമം ഡീവിയേഷൻ. വേവ് ലെങ്ത്തും ഡീവിയേഷനും അല്ലെങ്കിൽ ഡിസ്പേർഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വേവ് ലെങ്ത് കുറയുമ്പോൾ ഡീവിയേഷൻ കൂടും. അതുകൊണ്ടാണ് വയലറ്റ് ഡീവിയേറ്റ് ചെയ്യണേ, റെഡ് ഡീവിയേറ്റ് ചെയ്യാത്ത. Assertion: Rainbow is a natural spectrum of sunlight in the sky. Reason: Rainbow is formed in the sky when the sun is overhead and water droplets are also present in the air. Let's see. Answer C ആണ്. Rainbow natural spectra appear in the sky. Correct ആണ്. After a rain shower. Rainbow can only be seen in the sky when the sun is behind the observer. Suppose I want to see the rainbow, sun should be behind my back. So what is the correct answer? Here it is written sun is overhead, which is wrong. So assertion is true, but reason is false. Next, when a narrow beam of white light passes through a glass prism, it splits into its component colors. This phenomenon is called the dispersion. This phenomenon is dispersion. The splitting of white light into 7 constituent colors on passing through a transparent medium is called the dispersion.
ലൈറ്റ് 7 കളറായിട്ട് സ്പ്ലിറ്റ് ആവണം എപ്പോ ഒരു ട്രാൻസ്പാരന്റ് മീഡിയത്തിൽ കൂടെ പോകുമ്പോൾ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. In the following diagram showing dispersion of white light by glass prism, the colors P and Q. P എന്തായിരിക്കും? റെഡും P എന്താ? വയലറ്റ്. Q എന്തായിരിക്കും? റെഡ്. കാരണം റെഡിന് ഡീവിയേഷൻ കുറവും വയലറ്റിന് ഡീവിയേഷൻ കൂടുതലുമാണ്. P and Q അല്ലേ? P എന്താ? വയലറ്റ്, Q റെഡ്. Violet and red, option B. Doubt illa meekum. Which one of the following is the correct reason for twinkling of stars? Atmospheric reflection. What is the reason? Atmospheric refraction. Atmospheric refraction is the reason behind twinkling of stars. When a beam of white light passes through a region of very fine dust particles, the color of light that scatters the most in the region. Most scattering ആർക്കാ വരിക? ബ്ലൂനാണ്. ശരിക്കും വയലറ്റ് ആണ്, വയലറ്റ് ഇല്ല, അപ്പോൾ ബ്ലൂ ആണ്. ഓപ്ഷൻ 3. See, when a beam of white light passes through a region of the fine dust particle, Rayleigh scattering takes place, and shorter wavelength of light will get scattered most. Rayleigh scattering നിങ്ങൾക്ക് ഇല്ല സിലബസിൽ, ആ പേരില്ല. ഏറ്റവും കുറഞ്ഞ വേവ്ലെങ്ത് ഉള്ള ആൾക്കാണ് കൂടുതൽ സ്കാറ്ററിങ്. കുറഞ്ഞ വേവ്ലെങ്ത് ആർക്കാ? വയലറ്റിനാണ്. അപ്പോൾ കൂടുതൽ സ്കാറ്ററിങ്ങും വയലറ്റിനാണ്. Then select the correct statement from the following. The size of the molecules of air is larger than the wavelength of visible light. The blue light has a wavelength about 1.8 times greater than of red light. When sunlight passes through the fine particles in air, they scatter the blue color of the visible light more strongly than red. Light of red colors is scattered most. That is wrong. So answer is what? Correct statement ആണ്. Very fine particles scatter blue color light the most. This is because the wavelength of blue color light is lowest as compared to red. See, violet is having what? Very low wavelength. So very small particles scatters violet the most. So that is the correct statement. Very small size particle, a very fine particle scatter blue color most. The phenomena of light involved in the formation of rainbow. What is that phenomena? After rain shower, sunlight gets dispersed by tiny droplets present in the atmosphere. The water droplets acts like what? Small prism. These are the NCERT lines. They refract and disperse the incident sunlight, then reflect it internally, and finally refract it again when it comes out of the raindrop. Due to the dispersion of light and internal reflection, different colors is observed. So what is the option? Refraction is there, dispersion is there, and internal reflection is there. Refraction, dispersion, and reflection. These are the reasons behind rainbow. Then light seems to travel along a straight line path in a transparent medium, but when light enters obliquely means at an angle. Obliquely means at an angle. From one transparent medium to another, some changes are observed. This is because different mediums have different optical densities. The extent of the change in the direction of light that takes place when it enters obliquely in a given pair of media is expressed in terms of a constant. Light travels the fastest in vacuum. Always remember, light has maximum speed in vacuum. Okay, light gets refracted through a transparent prism. Several phenomena are observed due to the reflection, refraction, dispersion, and scattering of light by various mediums. Rainbow is a natural spectrum. It is produced because of what? Dispersion of sunlight by tiny water droplets. Option A. Water droplets act as what? Small prism. These water droplets refract and disperse the incident sunlight, then reflect it internally, and finally refract it again when it comes out of the raindrop. Next, same question. In the given diagram, showing the refraction of a narrow beam of monochromatic light. Mono means single chromatic color. Single color light through a glass prism. Angles marked 1, angle 1 and 2 are respectively. This is angle of incidence. This is angle of emergence. Angle of incidence and angle of emergence. Option 2. അതായത് ഈ 1 എന്ന് പറഞ്ഞ ആംഗിൾ പ്രിസത്തിലേക്ക് ലൈറ്ററെ കടക്കുന്ന ആംഗിൾ, അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. 2 എന്ന് പറഞ്ഞ ആംഗിൾ ലൈറ്റ് പുറത്തോട്ട് വരുന്ന ആംഗിൾ, അത് ആംഗിൾ ഓഫ് എമർജൻസ്. ഇനി അടുത്തത് ബ്ലൂ കളർ ഓഫ് ക്ലിയർ സ്കൈ ഈസ് ഡ്യൂ ടു എന്താ? റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, അബ്സോർപ്ഷൻ, സ്കാറ്ററിംഗ്. വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? സ്കാറ്ററിംഗ്.
Blue color of the sky is due to scattering of light. Shorter the wavelength, greater will be the scattering. The apparent flattening of the sun disk at the sunrise and sunset is due to what? Dispersion, scattering, atmospheric refraction. What is the reason? Atmospheric refraction. Atmospheric refraction of light in appearing scattering of sun. Consider the following statements. Very fine particles scattered mainly blue light. That is a very important point. Correct. Advanced sunrise and delayed sunset are due to the atmospheric refraction. That is also correct. Violet light bends the least while red light bends the most when beam of white light passes through the glass prism. Violet light bends the least. Wrong. Red. Option 3 is wrong. The correct statements are 1 and 2. 1 and 2. The sky appears dark to passengers flying at very high altitude mainly because what? Scattering light is not enough at such heights. There is no atmosphere at great height. Size of molecules is smaller than the wavelength of visible light. Light gets scattered towards Earth. So, what is option? Option A. Because the scattering of light occurs when with the help of a particle present in the atmosphere. But at a higher altitude, particles are not enough. There is not enough particles at a higher altitude. Next, choose the correct option for the color of rays for A and B. A will be what? Red and B will be what? Violet. Sorry. Yeah, A red, B will be blue. Color of ray, A blue, wrong. Wrong. A red, B violet. Okay. C. When light enters the atmosphere, it strikes on extremely fine particles which deflect the rays of light in all possible directions. This is due to when light enters the atmosphere, it strikes an extremely fine particle which reflects the rays of light in all possible. This is due to what? Reflection, atmospheric refraction, scattering. What is happening there? Scattering. Extremely fine particles in the atmosphere, like air molecules, scatter mainly blue light in white sunlight. This phenomenon is known as scattering of light. The face of the moon that is visible to us is called as the near side, and the face of the moon which is invisible to us is called far side. What color would the sky appear to an astronaut standing on the far side on the moon, and why? So, astronaut is at the opposite. മൂണിന്റെ നമുക്ക് കാണാൻ ഭാഗത്തെ സൈഡിലാണ് ആസ്ട്രോണോട്ട്. അപ്പൊ അത് എന്താണ് പറഞ്ഞത്? അപ്പൊ ആളെ എന്തായിട്ട് കാണാം? What color would the sky appear? Black ആണ്. As there is no atmosphere on moon to scatter the sunlight. ആളെന്താ ബ്ലാക്ക് കളറിൽ കാണണേ? അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല. അറ്റ്മോസ്ഫിയർ ഉണ്ടായാലേ സ്കാറ്ററിങ് നടക്കുള്ളൂ. Okay, so that is the reason. Okay, done. So thank you.
ഉം. ഉം. ഞാൻ വിചാരിച്ചു പിന്നെ ആരോ തല പൊക്കി ഏയ് ഇത് ഓടി പിടിച്ചു ഏയ് അത് കഴിഞ്ഞു. ഇത്